ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജിഫിരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞാലും നജീബ് മൗലവി പറഞ്ഞാലും ഇനി ആരൊക്കെ പറയാനുണ്ടോ ആര് പറഞ്ഞാലും ഞങ്ങൾ പറയുന്നത് തെറ്റാണ്, 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 വഹാബിസമാണ്. ഇന്നലെ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗവും വന്നു. അത് സ്വഹാബാക്കൾക്ക് മാത്രം ബാധകമാണ്. ആ പറഞ്ഞത് അബദ്ധമാണ്. ഈ കാട്ടുകള്ളന്മാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ജിഫ്രി തങ്ങൾ വഹാബിസം പറഞ്ഞ ആളാണ്, വഹാബിയാണ്. ജിഫ്രി തങ്ങളെ വഹാബിയാക്കുന്ന കണ്ടോളി കാട്ടുകള്ളൻ നൗഷാദ്. എന്നിട്ട് ഓനപ്പം ഇന്നലെ വന്നുകൊണ്ട് പറയേണ്ടത് ഞങ്ങൾ ശരീഅത്തിന്റെ ഉലമായിൽപ്പെട്ട സുലൈമാൻ ഉസ്താദിനെയും ജിഫ്രി തങ്ങളൊന്നും ഞങ്ങൾ എതിർക്കലില്ല, ഞങ്ങളെ ആദരിക്കുന്നവരാണ്. പച്ച നോണ. ഇവൻ വഹാബിയാക്കുന്നുണ്ടോളി. സയ്യിദുൽ ഉലമ പറഞ്ഞത് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞ അതേ ആശയാണ്. സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സലാം സുല്ലമിയോട് കൂട്ടിക്കെട്ടുന്നുണ്ടോളി. എങ്ങനെയുണ്ട്? എന്നിട്ട് ഇവനാണ് ആളുകളെ പറ്റിക്കണ്ടേ. എല്ലാ സുന്നികളും മനസ്സിലാക്കി പോളി. ഇനി സുലൈമാൻ ഉസ്താദിനെ പറ്റി പറഞ്ഞ കേട്ടോളി. വല്ല പറയലില്ല എന്നല്ലേ പറഞ്ഞേ. പച്ചക്കള്ളം എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ, എത്ര ക്ലിപ്പ് നമ്മളെടുത്തിട്ടുണ്ട്. ഞാൻ 1-2 ക്ലിപ്പ് മാത്രം കേൾപ്പിച്ചുതരാം. പച്ച നുണയും പറഞ്ഞുകൊണ്ട് നടത്തുക. റയീസുൽ ഉലമ നിങ്ങൾ പേരിട്ടൊരാള് എന്താണ് അദബിന്റെ ബാലപാഠം ഒരു അങ്കനവാടി പോലും നിങ്ങൾ കണ്ടിട്ടില്ല. കേട്ടില്ല ഈ പോത്ത് പറയണ നിങ്ങള്. ഈ ഹംക്ക് ഇത് പറഞ്ഞതിന്റെ ശേഷം ഞാൻ എത്രത്തോളം കൈകാര്യം ചെയ്യാൻ ഇറങ്ങിയത് മനസ്സിലായോ? ഈ കാട്ടുകള്ളൻ സമ്മതേ ഓൻ അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. ഓൻ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ പറഞ്ഞേ അദബിന്റെ ബാലപാഠം പോലും ഒരു അങ്കലവാടി പോലും കണ്ടിട്ടില്ല. ഇനി ഈ ഹംക്ക് വേറെന്ന് പറഞ്ഞിട്ടോളി. ഓൻ അങ്ങനെ വിളിക്കണതിൽ നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട. കാരണം ഒക്കെ അങ്ങോട്ട് വിളിച്ച് നമ്മളെടുത്തുണ്ട്. അങ്ങോട്ട് എന്താണോ ഇവർ വിളിക്കുന്നത് അത് ആ ശൈലിയിലാണ് നമ്മൾ അങ്ങോട്ട് തിരിച്ചടിക്കേണ്ടത്. ക്ലിപ്പുകൾ ചോദിച്ചോളി, ഞാൻ തരാമല്ലോ. ഞാൻ എന്ത് പദപ്രയോഗം നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മളെ ആലിമീങ്ങളാ ഈ ചങ്ങായിമാർ വിളിച്ചിട്ടുണ്ട്. കേട്ടോളി. ചങ്ങാനി സുലൈമാൻ മുസ്ലിയാർ വരുന്നു, വലിയ ദറജയിലാണ്. സുലൈമാൻ മുസ്ലിയാരല്ലേ നമ്മൾ കേട്ടില്ലേ? മദീനത്ത് പോയി റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ് നിങ്ങളെ വാപ്പിമ്മ ശരിയാണോ എന്ന്. വെറുതെ പറഞ്ഞല്ല, കേട്ട് ഞെട്ടണ്ടാരും. അയാളെ മകൻ പറഞ്ഞതാ വാപ്പറന്ന് ചോദിച്ചു റസൂലുള്ളാഹിനോട്, നബിയേ നിങ്ങളെ വാപ്പിമ്മയും ഒക്കെ മുഅ്മിനാണോ അല്ലേ എന്നുള്ള വിഷയം എനിക്ക് ശരിക്കും ബോധ്യപ്പെടുത്തി തരണം. ഒരു ഷെയ്ഖില്ലാത്ത ശൈത്താൻ ഷെയ്ഖാണ് എൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഈ സാധുവിന് തോന്നി ഞാനിപ്പം റസൂലുള്ളാഹിനോട് ചോദിച്ച മറുപടിയൊക്കെ കിട്ടുന്ന ദർജയ്ക്ക് എത്തിയെന്ന്. അതാണ് ഇസ്തഹവദ അലൈഹിമു ശൈത്താൻ. അതാ ഞങ്ങൾ ഈ പറഞ്ഞത്. നിങ്ങളെ ദർസ് മതിയാവുന്നത് കേട്ട്. ഞങ്ങൾ ഈ കള്ള ഹംക്ക് പറഞ്ഞേ. ഈ ഹംക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ഹംക്ക് ഈ പ്രസംഗം എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ചുവട്ടിൽ കേട്ടതിന് ശേഷമാണ് ഞാൻ ഈ ചെങ്ങായിമാർക്കെതിരെ ഞാൻ നിർത്തിനി പരിപാടി. ഓണയ്ക്ക് ആയിക്കോട്ടെ വിചാരിച്ചിനി. പിന്നെ ഈ കള്ള ഷെയ്ത്താൻ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ പറഞ്ഞ സമതേ പാട്ടുകള്ള ഈ അന്നെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇതെന്താ മനസ്സിലാക്കിയത്? എൻ്റെ മരണം വരെ എനിക്കെതിരെ പോരാടാ. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെതിരെ ജീവി പറഞ്ഞതിൻ്റെ ശേഷമാണ് ഇത്രത്തോളം നമ്മളിതിന് ഇറങ്ങിയതേ. മനസ്സിലായോ? എന്നിട്ട് പറയല്ലേ ഇന്ന് ഇതിന് ശേഷം പിന്നെ എന്ത് പറയുന്നത്? ഞങ്ങളെ മശായിഖന്മാർ വരെ മദ്ഹ് പറയുന്ന ആളാണ് സുലൈമാൻ ഉസ്താദ്. ഈ ഷെയ്ത്താൻ ഷെയ്ഖാക്കി സുലൈമാൻ ഉസ്താദിനെ മദ്ഹ് പറയലാണ് എൻ്റെ കാട്ടുകള്ളന്മാർക്ക് പണി. അയാൾ കൽപ്പിച്ചുതരാ. ഈ ഹംക്ക് ഇത് പറഞ്ഞതിന് ശേഷം കാട്ടുകള്ളൻ നൗഷാദ് പ്രസംഗിച്ച് ഞങ്ങളെ മശായിഖന്മാർ വരെ സുലൈമാൻ ഉസ്താദിനെ മദ്ഹ് പറയലുണ്ട്. ഈ കാട്ടുകള്ളനോ ഇവനെന്താ പറഞ്ഞേ? ഇപ്പം നിങ്ങൾ കേട്ടില്ലേ? ഷെയ്ഖില്ലാതെ ഷെയ്ത്താൻ ഷെയ്ഖായതിൻ്റെ കാരണമാണത്. സുലൈമാൻ ഉസ്താദിന്റെ ഷെയ്ഖ് ഷെയ്ത്താനാണ്. ഇവൻ പ്രസംഗിച്ചതാ ഈ ഹംക്ക് ജാതി ബഡ്കൂസ്. ഇവനെ എത്ര പറഞ്ഞാലും കയറൂല. മുത്തനജ്ജിസാണ് ഇവനെ. ഇവനെ കണ്ടാ കുളിച്ചോളി, തൊട്ടാ കുളിച്ചോളി, ഏട്ടും കുളിച്ചണം. അതിലൊരട്ട് മണ്ണെടുക്കുക വെള്ളം കൊണ്ട് കുളിച്ചോളി, എന്നാലും ശുദ്ധിയാവില്ല. അതിനെക്കാട്ടി മുത്തനജ്ജിസാ. ഈ മദ്ഹ് പറഞ്ഞിട്ട് ഞാൻ കേൾപ്പിച്ചുതരാം. വല്ല കാപ്പട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പൊ സുലൈമാൻ ഉസ്താദിനെ പറ്റി നിങ്ങൾ കേട്ടില്ലേ? അതേപോലെ പിന്നെ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പറ്റി നിങ്ങൾ കേട്ടില്ലേ? ചേട്ടാ അവിടെ പോയി പറയണ്ടേ ഞങ്ങൾ പോലെ ആരും എതിർക്കലില്ല. നിങ്ങൾ എതിർക്കാത്തോളം ഇവിടെ ആരുമില്ല. എല്ലാവരും വഹാബിയാക്കളെ പരിപാടികൾ കാള ശൈത്താന്മാരാ. ഉസ്താദിനെ നമ്മൾ മദ്ഹ് പറഞ്ഞത് ഇവരുടെ സ്വീകാര്യത കിട്ടാനല്ല, നമ്മുടെ മശായിഖന്മാർ നമുക്ക് പറഞ്ഞു തന്ന വിവരാണ്. സുലൈമാൻ ഉസ്താദിൻ്റെ നിഷ്കളങ്കതയും
ഉസ്താദിൻ്റെ വിനയവും ഉസ്താദിൻ്റെ പാണ്ഡിത്യവും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ശംസുൽ ഉലമക്കും അതുപോലെ ചെറുശ്ശേരി ഉസ്താദിനൊക്കെ ശേഷം പിൻപറ്റാൻ പറ്റിയ ഒരു ആലിമുണ്ടെങ്കിൽ അത് ഉസ്താദാണ്, സുലൈമാൻ ഉസ്താദാണെന്ന് ഞങ്ങളെ മശായിഖന്മാർ പറഞ്ഞ വിവരം പറഞ്ഞതാണ്. അവർ വരെ അവരെ മദ്ഹ് പറയുന്നു. മാത്രമല്ല ഉസ്താദിനെ കൊണ്ട് നിങ്ങൾ നമുക്കെതിരിൽ പറയിപ്പിച്ചാൽ പോലും നമ്മളെതിനായി പറയൂല എന്ന് തീർത്തു പറയുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കേട്ടില്ലേ ഈ കാട്ടുകള്ളം പറയണ്ടേ? ഞങ്ങൾ മശായിഖന്മാർ വരെ അവരെ മദ്ഹ് പറയലുണ്ട്. ചെറുശ്ശേരി ഉസ്താദിനും ശംസുലമക്ക് ശേഷം പിൻപറ്റാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ സുലൈമാൻ ഉസ്താദാണ്. എന്നാ എനിക്ക് സുലൈമാൻ ഉസ്താദിനെ പിൻപറ്റിക്കൂടെ? മൊയ്തേ ഇങ്ങോട്ട് പോയി. മാത്രമല്ല എൻ്റെ കാട്ടുകള്ളം സമ്മതം എന്താ പറഞ്ഞേ? ഒരു ഷെയ്ഖില്ലാതെ ഷെയ്ത്താൻ ഷെയ്ഖായത് കൊണ്ടാണ് സുലൈമാൻ ഉസ്താദ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ സുലൈമാൻ ഉസ്താദിന്റെ ഷെയ്ഖ് ഷെയ്ത്താനാണെന്നാണ് എൻ്റെ കാട്ടുകള്ളൻ കള്ള ഹംക്ക് ജാതി ബഡ്കൂസ് സമത് കാട്ടുകള്ളം പറഞ്ഞേ. ആ മുത്തനജിസായ ചങ്ങായി ഉണ്ടല്ലോ, മോൻ പറഞ്ഞേ. പിന്നെ ഓനാ പറഞ്ഞ സുലൈമാൻ ഉസ്താദിനാണോ എൻ്റെ കാട്ടുകള്ളന്മാർ മദ്ഹ് ചെയ്യുന്നുണ്ട്? എൻ്റെ വാക്ക് കുറച്ച് സ്ട്രോങ് ഉണ്ടാവും. കുഞ്ഞാമീനോടൊക്കെ നാവൊന്ന് കുറക്കാൻ പറയും. മോനക്ക് ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് എങ്ങനെയാണ് നിങ്ങൾ പ്രയോഗിക്കുന്നത് അതേ ശൈലിയിലേക്കാണ് തിരിച്ചടിക്കല്. ഒരു മയം ഉണ്ടാവില്ല. നമുക്ക് നല്ല നിനക്ക് പറയാൻ അറിയും, വളരെ ക്ലിയർ ആയിട്ട് പറയാൻ അറിയും. എന്നാലോ നേരെ തിരിച്ചും പറയാൻ നിങ്ങളും നൗഷാദും സമതും കാട്ടുകള്ളം കുഞ്ഞമ്മയും പറഞ്ഞ അപ്പുറം പറയാൻ നമുക്ക് കഴിയും. മനസ്സിലായി? നമ്മൾ ഒന്ന് പറഞ്ഞാൽ 100 പറയാൻ കഴിയും. നമ്മളാണ് പറഞ്ഞെടുത്താൽ അവിടെ നിങ്ങളൊന്നും എത്തൂലോ. മനസ്സിലാക്കിക്കൊള്ളേണ്ടി. അപ്പൊ ആദ്യം ഈ ശൈലിയൊക്കെ നമ്മൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞാമിന്റെ നാവ് മോൻ മുത്തനജീസാണ്, അതിന് നേഴ്സാണ്. കേഗ്യാൽ നന്നാത്ത നേഴ്സുകളുണ്ടല്ലോ, അതിൽ പെട്ടതാണ് ഈ സമതും ഈ കുഞ്ഞേമൊക്കെ. നായിക്കാട്ടം കേഗ്യാൽ നന്നാവോ? നന്നാവില്ല. അതാണ് കൂട്ടിക്കോളി. ആ ചങ്ങായിയാണ് പറഞ്ഞത് എന്ത് സുലൈമാൻ ഉസ്താദിനെ പറ്റി ഷെയ്ത്താനെ ഷെയ്ഖാക്കിയ ആളാണ്. ആ സുലൈമാൻ ഉസ്താദിന്റെ മദ്ഹാണ് ഇപ്പൊ ആര് പറയണ്ടേ? എൻ്റെ മശായിഖന്മാർ പറയണ്ടേ അല്ലേ? എങ്ങനെ ഉണ്ടാവും ആ മച്ചായിക്കന്മാരെ കോലം? ഉളുപ്പുണ്ടടി ജാതിയാളെ നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങളാ നമ്മളെ ഉസ്താദന്മാരൊക്കെ പഠിപ്പിക്കാൻ നടക്കണ്ടേ? നിങ്ങൾക്ക് വേറെ വല്ല പണിക്കും പോയിക്കോളൂ. അനക്കും നിങ്ങൾക്ക് മൂന്നാക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി വാടകക്കാരൻ, അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അവർക്കൊരു അടിത്തറ പാകാം എന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ യാതൊരു നിവൃത്തിയുമില്ല. വളരെ പ്രയാസമാണ്. അതെത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. മാത്രവുമല്ല, റോഡിന് വേണ്ടി പോകുന്ന സ്ഥലമാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് എളുപ്പത്തിൽ തന്നെ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ആ സമയത്ത് എവിടെ പോകും, എന്തു ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഇവരുടെ കയ്യിൽ ഈ ഒരു 4 സെന്റ് സ്ഥലം മാത്രമാണുള്ളത്. അവിടെ ഒരു തറ കെട്ടിയാൽ അവർക്ക് സുഖമായി അവിടെ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കാം. അതിന് 3 ലോഡ് കല്ല് ആവശ്യമുണ്ട്, അതിൻ്റെ സിമൻറ്റും ആവശ്യമുണ്ട്. കഴിയുന്നവരൊക്കെ യാതൊരു മടിയും കൂടാതെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ
ഗൂഗിൾ പേ നമ്പറാണ്. അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഈ വിശുദ്ധമായ ബലിപെരുന്നാൾ കഴിയുന്നതോടുകൂടി തറയുടെ പണി നടത്താൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാ എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബു ഹിബ അഷ്റഫി പയ്യോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.